കേന്ദ്ര ഗവൺമെന്റിന്റെ നിഷേധാത്മക സമീപനത്തെക്കുറിച്ച് എന്തായിരുന്നു അങ്ങയുടെ സമരത്തിൽ ഉന്നയിച്ച പ്രശ്നം? ഇവിടെ പറഞ്ഞ പ്രശ്നം വളരെ നന്നായി പ്രതിപക്ഷ നേതാവ് കാര്യം പറഞ്ഞു. നേരത്തെ ഞങ്ങൾ എല്ലാവരും കൂടി ചർച്ച ചെയ്തു. പക്ഷെ എന്തിനാണ് അനാവശ്യമായി ഒരു ഗവൺമെന്റിനെതിരായി ഇങ്ങനെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? സാർ, അവിടെ വന്ന ചില ആളുകളെ നമുക്കറിയാമല്ലോ, നമ്മൾ ഒരുമിച്ച് കണ്ടതല്ലേ. ലഫ്റ്റനന്റ് കേണൽ ഋഷി, ജനറൽ മാത്യൂസിന്റെ നേതൃത്വത്തിലുള്ള 500 വളണ്ടിയർമാർ, ആർമിക്കാർ, 18 സേനകൾ, കടാവർ ഡോഗ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ. സാർ, ആ മന്ത്രിസഭ ഉപസമിതിയിൽ അംഗങ്ങളായിട്ടുള്ള ശ്രീ കേളു മിനിസ്റ്റർ ഇവിടെയുണ്ട്, ബഹുമാനപ്പെട്ട മുഹമ്മദ് റിയാസ് മിനിസ്റ്റർ ഉണ്ട്, ശ്രീ AK ശശീന്ദ്രൻ മിനിസ്റ്റർ ഇവിടെയുണ്ട്. സാർ, ഞാനിതൊന്നും കാര്യമാക്കുന്നില്ല സാർ. ഇതിന്റെ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റിനെതിരായി പറയുമ്പോൾ എന്തിനാ സാർ ഇത്ര വലിയ വികാരം? കേന്ദ്ര ഗവൺമെന്റിനെതിരായി പറയുമ്പോൾ എന്തിനാ സാർ ഇത്ര വലിയ വികാരം? ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നുള്ളൂ. ഞാൻ പ്രകോപനത്തിനില്ല സാർ. കേന്ദ്ര ഇടപെടൽ, ഞാൻ ഈ 4 മന്ത്രിമാരവിടെ ദിവസങ്ങളോളം നിന്ന ആളുകളാണ് സാർ. ഇവരുടെ കൂട്ടത്തിൽ ദിവസങ്ങളോളം നിന്ന ആളുകൾ. അതുകൊണ്ടാണ് ഞാൻ ആ പേര് പറഞ്ഞത്. ആ മന്ത്രിമാരോട് പോലും അവിടെ നിന്ന് പോയ ആർമിയുടെ സംഘം പറഞ്ഞത് ഇത്ര ഗംഭീരമായ ദുരന്ത നിവാരണ പ്രക്രിയ നടത്താൻ. ഞങ്ങൾ മാത്രമല്ല സാർ, പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അവിടുത്തെ MLA കാര്യം ഞാൻ പറഞ്ഞു, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അവിടുത്തെ മറ്റ് MLA കാര്യം ഞാൻ പറഞ്ഞു. അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തിനതീതമായി മനുഷ്യർ നടത്തിയൊരു പ്രക്രിയ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരു ദുരന്ത നിവാരണ പ്രക്രിയയാണ്. ആ കാര്യം നമുക്ക് അവകാശപ്പെടാൻ എന്താണ് സാർ പ്രയാസം? കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിനോട് നടത്തിയ നടപടി നമുക്ക് അംഗീകരിക്കാവുന്നതാണ്. ഓഗസ്റ്റ് 9 IMCT കേരളം സന്ദർശിച്ചു. ഇവിടെ ഓഗസ്റ്റ് 11 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചു. ഓഗസ്റ്റ് 17 ആദ്യത്തെ മെമ്മോറാണ്ടം 1202 കോടി രൂപയുടെ നഷ്ടവുമായി ഈ കേരളം അവതരിപ്പിച്ചു. ആഗസ്റ്റ് 14 പുതിയ ഒരു വിൻഡോ ഓപ്പൺ ചെയ്തു കേന്ദ്ര ഗവൺമെന്റ്. ഡിസാസ്റ്റർ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമുക്ക് ഇടപെടാൻ പറ്റുന്ന ഒരു വിൻഡോ ഓപ്പൺ ചെയ്തപ്പോൾ PDNA പ്രകാരമുള്ള അതിൻ്റെ കണക്ക് നോട്ടിഫൈഡ് ദിവസത്തിന് 3 മാസത്തിനുള്ളിൽ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിനേക്കാൾ മുമ്പ് നവംബർ 13 2202 കോടി രൂപയുടെ പുനർനിർമ്മാണത്തിന് കൊടുത്തു. സാർ, എന്ത് നടപടിയാണ് കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്തു നിന്നുണ്ടായത്? ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തത്തെ L3 ആയി പ്രഖ്യാപിച്ചതെന്നാണ്, ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആദ്യ മാസം IMCT റിപ്പോർട്ട് കൊടുത്തു. സാർ, ഇന്ത്യയുടെ ഹൈ ലെവൽ കമ്മിറ്റി കൂടാൻ പറ്റാത്തത് കൊണ്ട്, ആഭ്യന്തര മന്ത്രിക്ക് ഒഴിവില്ലാത്തത് കൊണ്ട് പിന്നെയും 2 മാസം അത് വെച്ചിരുന്നു. ആ 2 മാസം കഴിഞ്ഞ് 3-ാമത്തെ മാസം കേരളത്തിലെ ഈ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആണെങ്കിൽ അത് പറയണ്ടേ സാർ? അപ്പോഴും അത് പറഞ്ഞില്ല. പിന്നെയും 2 മാസക്കാലം അത് പറയാൻ കേരളത്തിനോട് വൈകി. സാർ, കേരളത്തിന് കത്തയച്ചത് ജൂലൈ 30 ദുരന്തമുണ്ടായി, ഡിസംബർ 30 5 മാസക്കാലം ആ വിവരം കേരളത്തിനോട് പറയാതിരുന്നത് അങ്ങനെയുള്ള ദുരന്തത്തിൽ കേരളത്തിന് കിട്ടേണ്ട UN ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹായം ലഭിക്കാനല്ലേ സാർ? ഇത് പറഞ്ഞു തുടങ്ങണ്ടേ നമ്മളത്? ഇവിടെ പറഞ്ഞല്ലോ കടബാധ്യതയെ കുറിച്ച്. കേരളത്തിലെ ഗവൺമെന്റ് കണക്കുണ്ടാക്കിയിട്ടുണ്ട് സാർ, കൃത്യമായ കണക്കുണ്ടാക്കിയിട്ടുണ്ട്. 30,62,57,895 രൂപ, 1207 കേസുകൾ, 779 ഫാമിലികൾ. സാർ, ആരാണ് ഈ കടം എഴുതിത്തള്ളാനുള്ള പ്രധാനപ്പെട്ട പങ്ക് വഹിക്കേണ്ടത്? 2005 ഡിസാസ്റ്റർ ആക്ട് പ്രകാരം, അതിന്റെ സെക്ഷൻ 13 പ്രകാരം കടങ്ങൾ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ഒരു തീരുമാനമെടുത്താൽ ആ മിനിറ്റിൽ ദേശസാൽകൃത ബാങ്കുകൾ അത് എഴുതിത്തള്ളും സാർ. സ്റ്റേറ്റ് ലെവൽ ബാങ്കിംഗ് കമ്മിറ്റിയിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പങ്കെടുത്ത് ഈ കാര്യം ബാങ്കുകളോട് അഭ്യർത്ഥിച്ചില്ലേ? അവർ പറഞ്ഞു കേന്ദ്രത്തിന്റെ നിർദ്ദേശം വരട്ടെ. കേരളം എന്തു ചെയ്തു? ആ ചോദ്യത്തിന് ഉത്തരവാണ് സാർ. എത്രയേറെ തർക്കമുള്ളപ്പോഴും ഞങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞിരുന്ന, നമ്മളെല്ലാവരും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന കേരളത്തിന്റെ സ്വന്തമായ കേരള ബാങ്ക് ഈ ദുരന്തമുണ്ടായ 1 മാസത്തിനകം ആ ബാങ്കിൽ കടമുള്ള മുഴുവൻ ചൂരൽമലക്കാരുടെ കടം എഴുതി തള്ളി സാർ. അതാണ് സാർ കേരളം കാണിക്കുന്ന മാതൃക. 10 കോടിയോളം രൂപ വരും സാർ. അതാണ് കേരളം കാണിക്കുന്ന മാതൃക. ഈ ഘട്ടത്തിൽ കേരളം എന്ന നാട് ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ അപകടകരമായ നടപടികളുമായി കേന്ദ്രം പോവുകയാണ് സാർ. ഇവിടെ നമ്മൾ പറയേണ്ട ഒരു കാര്യം ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. കേരളത്തിൽ നിന്നുള്ള ഒരു കേന്ദ്രമന്ത്രി പാർലമെന്റിനകത്ത് അധികം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ നിയമസഭയിൽ പാർലമെന്റിനകത്ത് പറയുകയാണ്, ഞങ്ങൾ അവിടെ ചെല്ലുന്ന നേരത്ത് കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും MLA-മാരും ഒക്കെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആരോടാണ് ആ കേന്ദ്രമന്ത്രി പറയുന്നത്? ഏറ്റവും സ്വാത്വികനായിരുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് NE ബലറാം പാർലമെന്റിനകത്ത് നടത്തിയ സ്വാമിക്കെതിരെ നടത്തിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. സത്യത്തിൽ പാർലമെന്റ് അംഗങ്ങൾ, കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങൾ അത് ചെയ്യേണ്ടതായിരുന്നു. അത്ര വൃത്തികെട്ട വിധത്തിൽ
ജൂലൈ 30 ദുരന്തമുണ്ടായി 4 മണിക്ക് ഞങ്ങളെ വിളിച്ച് അടിയന്തരമായി അവിടെ പോകണം എന്നാവശ്യപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി, ആ പ്രവർത്തനങ്ങൾക്കിടയിൽ ഞങ്ങളോട് സംസാരിച്ച് അവിടേക്ക് എത്തിയ പ്രതിപക്ഷ നേതാവ്, ഈ മന്ത്രിസഭയിൽ അവിടെ എത്തിയ മഹാഭൂരിപക്ഷം അംഗങ്ങൾ, MLAയും ജനപ്രതിനിധികളും ഉൾപ്പെടെയുള്ളവർ കേരളത്തെ അപമാനിക്കാനും ഈ ദുരന്തത്തെ മറികടക്കാൻ കേരളത്തെ സഹായിക്കാത്ത വിധം കേരളത്തെ ഒറ്റപ്പെടുത്താനുള്ള നടപടികളുമായി പോകുന്ന കേന്ദ്ര ഗവൺമെന്റ് അല്ലേ സാർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദികൾ? സാർ, അവിടെ പുനരധിവാസ പ്രവർത്തനത്തിനുണ്ടായ തടസ്സം എന്താണ്? സ്പോൺസർമാരോട് സ്ഥലം പറയാൻ, വീട് കെട്ടാൻ പറയാൻ ആദ്യം സ്ഥലം ഉണ്ടാകണ്ടേ സാർ? ദുരന്തബാധിതരോട് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി കൂടിയാലോചിച്ച് എവിടെ പുനരധിവാസം വേണം എന്ന് പറഞ്ഞത് ആരാ സാർ? ആഗസ്റ്റ് 23 ചീഫ് സെക്രട്ടറി അവിടെ നേരിട്ട് സന്ദർശിച്ച് ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ ക്യാമ്പുകളിൽ കഴിയുന്ന ദുരന്തബാധിതരോട് ഉൾപ്പെടെ ചോദ്യം ചോദിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പരമാവധി മേപ്പാടിയിൽ വേണം, അല്ലെങ്കിൽ തൊട്ടടുത്ത് വേണം. സർ, 9 എസ്റ്റേറ്റുകൾ കണ്ടെത്തി, 25 ആദ്യം കണ്ടെത്തി, പിന്നെ അത് 9 ചുരുക്കി. അങ്ങേക്കറിയാം, അതിൽ കോട്ടനാട്, താഴെയരിപ്പറ്റ, ചുണ്ടേൽ, ഈസ്റ്റ് ചുണ്ടേൽ, നെടുമ്പാല, കൽപ്പറ്റയിൽ എൽസ്റ്റോൺ, ഓടത്തോട് എൽസ്റ്റോൺ, വെള്ളരിമലയിലെ പുതുക്കൊല്ലി. അതിൽ നിന്ന് ഏറ്റവും പറ്റുന്ന 2 എസ്റ്റേറ്റുകൾ എൽസ്റ്റോണും നെടുമ്പാലയും. സാർ, എന്നാ പ്രഖ്യാപിച്ചത്? ജൂലൈ 30 ദുരന്തമുണ്ടായി 64 ദിവസം കഴിഞ്ഞ ഒക്ടോബർ 3 ചേർന്ന കേരളത്തിലെ ക്യാബിനറ്റ് യോഗം ആ 2 ഭൂമിയും ഏറ്റെടുക്കാൻ തത്വത്തിൽ തീരുമാനിച്ചു സാർ. അന്ന് ആ ഭൂമി ഏറ്റെടുത്ത നടപടികളിൽ കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഇപ്പോൾ ആ വീടുകളുടെ ലിൻഡൽ വാർക്കേണ്ടി വന്ന ഘട്ടത്തിലേക്ക് പോയനെ സാർ. 4-ാം തീയതി, ഒരു ദിവസം കൊണ്ട് ഗവൺമെന്റ് ഉത്തരവിറക്കി. കോടതിയിൽ കേസുമായി പോയി സാർ. ആ പിന്നെ എസ്റ്റേറ്റ് ഉടമകൾ കോടതിയിൽ കേസുമായി പോയത് കൊണ്ട് പ്രശ്നമില്ല. പക്ഷേ അവിടെ കേസുമായി പോയപ്പോ കോടതി പറഞ്ഞു, അവിടെയുള്ള ഒരു നടപടിയും, അങ്ങോട്ട് പ്രവേശിക്കാനുള്ള ഒരു നടപടിയും നാം നടത്തിക്കൂടാ. അത് നടത്തുകയെങ്കിലും ചെയ്തെങ്കിൽ ആ പ്രശ്നങ്ങൾ നമുക്ക് മാറുമായിരുന്നു. അവിടെ ജിയോഗ്രാഫിക്കൽ സർവേ വേണം, സോയിൽ ടെസ്റ്റ് വേണം, ഹൈഡ്രോളജിക്കൽ സർവേ വേണം. സാർ, ഡിസംബർ 27 ആ ഭൂമി നൽകാൻ, അവിടെ പ്രവേശിക്കാൻ കോടതി അനുവാദം നൽകുന്നത്. ഡിസംബർ 27 ആ നടപടി പ്രഖ്യാപിച്ച് ജനുവരി 1 ഇന്ത്യയുടെ ലോകത്തിന്റെ പിന്നെ ആദ്യ ദിനത്തിൽ, വർഷാദ്യത്തിൽ ജനുവരി 1 4 ദിവസം കൊണ്ട് കിഫ്കോണിനെ നടത്തിപ്പ് കമ്മിറ്റിയായി, ULCCയെ അതിന്റെ സംവിധാനങ്ങളായി, പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ള നിരീക്ഷണ കമ്മിറ്റി, ചീഫ് സെക്രട്ടറി നേതൃത്വം നൽകുന്ന പരിശോധനാ കമ്മിറ്റി, ഒരു സ്പെഷ്യൽ ഓഫീസർ. സാർ, 4 ദിവസം കൊണ്ട് ആ നടപടിക്രമങ്ങളുമായി പോയി. LARR 2013 അനുസരിച്ച് ഭൂമി ഏറ്റെടുക്കാൻ എത്ര കാലതാമസം വേണ്ടിവരും എന്ന ആളുകൾക്കറിയാം. എന്നാൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ബോണ്ടിൽ പണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് പോലും അടിയന്തരമായി അവിടെയുള്ള മനുഷ്യർക്ക് പുനരധിവാസം നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരു പ്രശ്നമാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ബോണ്ടിൽ നടപടി സ്വീകരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ് സാർ. അവിടെ ടോപ്പോഗ്രാഫിക്കൽ സർവേയും ജിയോളജിക്കൽ സർവേയും ഹൈഡ്രോളജിക്കൽ സർവേയും സോയിൽ ടെസ്റ്റിങ്ങും ഉൾപ്പെടെ കഴിഞ്ഞ് ഭൂമി ബോണ്ട് അനുസരിച്ച് 10 ദിവസത്തിനകം ഏറ്റെടുക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് ആ നടപടി പോയി എന്ന് മാത്രമല്ല സാർ, ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ, നമുക്കെല്ലാവർക്കും ചേർന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നമ്മളെല്ലാവരും ചേർന്ന് ഈ വരുന്ന മാർച്ച് മാസം 27 അവിടെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിന്റെ തറക്കല്ലിട്ട നിർമ്മാണ പ്രവർത്തനത്തിലേക്ക് കേരളം പോകാൻ പോവുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരിക്കും ആ കാര്യങ്ങളിൽ ഉണ്ടാവുക എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. സാർ, മരണപ്പെട്ടവരായി കാണാതായവരെ പ്രഖ്യാപിച്ച ഇത്ര വേഗത്തിലുള്ളൊരു സംവിധാനം എവിടെയായിരുന്നു സാർ? മരണപ്പെട്ടവരായി 32 പേരെ കൂടി പ്രഖ്യാപിച്ച് ആ നടപടിക്രമങ്ങൾക്ക് വളരെ വേഗതയിൽ നഷ്ടപരിഹാരം കൊടുത്ത് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞു. സാറിൻ്റെ സമയ നിബന്ധനയുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. സാർ, കേരളത്തിലെ ഈ ചൂരൽമല പ്രദേശത്തുള്ള എല്ലാ ബാങ്കുകളിലുമായി അവരുടെ കടങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുന്നു, ഇന്ത്യയുടെ അവകാശമാണ് ആ കടങ്ങൾ എഴുതിത്തള്ളണം. ആ കടങ്ങൾ എഴുതിത്തള്ളാത്ത പക്ഷം കേരളത്തിലെ വിവിധങ്ങളായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി അവിടെയുള്ള മുഴുവൻ കടബാധിതരുമായി ആ കാര്യങ്ങൾ ആവശ്യമായ വിധത്തിൽ എല്ലാം നമ്മൾ ഒരുമിച്ചായിരിക്കും, എല്ലാം നമ്മൾ ഒരുമിച്ച് കൂടി ആലോചിക്കും. നിങ്ങളുമില്ല, നമ്മൾ ഒരുമിച്ചാണ് ഈ കാര്യത്തിൽ. നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങളും രാഷ്ട്രീയമായിട്ടുണ്ടാകും, പക്ഷേ ചൂരൽമലയിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളില്ല. സാർ, മൈക്രോ പ്ലാനിനെ കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. മൈക്രോ പ്ലാൻ ദുരന്തം നേരിട്ടോ അല്ലാതെയോ ബാധിച്ച 1112 കുടുംബങ്ങളുടെ പുനരധിവാസത്തിനും അടിയന്തര സഹായം ലഭ്യമാക്കുന്നതിനും ആവശ്യമായ ഹ്രസ്വകാല ദീർഘകാല ഇടപെടലുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു മൈക്രോ പ്ലാൻ.
സാർ ആരോഗ്യത്തിൽ 1290 കുടുംബങ്ങൾ, പോഷകാഹാരത്തിൽ 323, വിദ്യാഭ്യാസത്തിൽ 750, ഉപജീവനത്തിൽ 1890. ഞാൻ വായിക്കുന്നില്ല സാർ. നടപടികൾ എടുത്തു മുന്നോട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട അംഗം പോസിറ്റീവായ കാര്യമാണെങ്കിലും പറഞ്ഞു വന്നപ്പോൾ ആളുകൾ കേട്ടാൽ ചെറിയ നെഗറ്റീവാണെന്ന് തോന്നും. കേരളത്തെക്കുറിച്ച് എന്ത് കരുതും സാർ? കേരളം തുടർ ചികിത്സയ്ക്ക് പണം കൊടുക്കാത്ത സ്ഥലമാണ് സാർ. തുടർ ചികിത്സയ്ക്ക് പണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ മാനദണ്ഡം. സർക്കാർ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ, ദീർഘചികിത്സ. ഞാൻ പറയാം ദീർഘചികിത്സ സർക്കാർ ആശുപത്രികളിൽ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ബോർഡ് പരിശോധിച്ച് കോഴിക്കോട്, വയനാട് ജില്ലകളിൽ സൗജന്യ ചികിത്സ ബില്ലുകൾ DMOക്ക് സമർപ്പിക്കുന്ന പക്ഷ നടപടി. അടിയന്തര ചികിത്സയ്ക്ക് KSP എംപാനൽ ചെയ്ത ആശുപത്രികളിൽ അടിയന്തര ചികിത്സ ബില്ലുകൾ പിന്നീട് നൽകുക. 5 ലക്ഷം രൂപയുടെ ഒന്നും ഒരു ബാധ്യതയില്ല സാർ. ഞാൻ എങ്ങനെ തന്നെ വിചാരിച്ചാലും കേരളത്തിലെ ജനങ്ങളോട്, ഈ സഭയോട് ഹൃദയത്തിൽ തൊട്ട് പറയുന്നു, അവിടെ തുടർ ചികിത്സയോ അടിയന്തര ചികിത്സയോ വേണ്ടി വന്ന ആരെല്ലാം ഉണ്ടായാലും, ഇനി എത്ര കാലം ആർക്കെല്ലാം വേണ്ടി വന്നാലും അതിന്റെ പൂർണ്ണമായ പണം കേരളത്തിലെ ഗവൺമെന്റ് വഹിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 5 ലക്ഷം എന്തെങ്കിലും സാങ്കേതിക തടസ്സമായിരിക്കും, ആ കാര്യം നമുക്ക് നോക്കാം. ഒരു പ്രയാസവും അക്കാര്യത്തിൽ ഉണ്ടാകില്ല സാർ. തെറ്റായ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാ, ഈ കേരളത്തെ കുറിച്ച് കുറെ തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ പാടുമോ സാർ? ആ ദുരന്ത സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ കേട്ടതല്ലേ, കേരളത്തിലെ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഞാനടങ്ങുന്ന ഭരണപക്ഷമല്ല, ഈ പ്രതിപക്ഷവും കൂടി, നമ്മൾ കേരളം ആ ദുരന്ത നിവാരണ സ്ഥലത്ത് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് മുന്നേറിയപ്പോ അതുവരെ ഭക്ഷണ വിതരണ സംഘം കൊടുക്കാത്ത ബ്രെഡ് പൂത്ത കഥ അവിടെ ഉണ്ടായി സാർ. കൊടുക്കാത്ത ബ്രെഡ് എങ്ങനെയാണ് പൂക്കുക സാർ? അതുവരെ ദുരന്ത നിവാരണ സ്ഥലത്ത് ഒരിടത്തും കൊടുക്കാത്ത ബ്രെഡ് പൂത്ത കഥ നമ്മുടെ നാട്ടിലുണ്ടായി. എവിടെയാ ബ്രെഡ് പൂക്കുക? കൊടുക്കാത്ത ബ്രെഡ് സാർ. ആഗസ്റ്റ് 17 കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ കൊടുത്ത മെമ്മോറാണ്ടം, അത് ആഗസ്റ്റ് 23 കോടതിക്ക് സമർപ്പിച്ച മെമ്മോറാണ്ടം, ദ കോസ്റ്റ് എസ്റ്റിമേറ്റഡ്, ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന മുഖവരയോടെ കേരളം കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ കൊടുത്ത മെമ്മോറാണ്ടത്തെ പോലും മൃതദേഹം ബൊറോ നടപടിക്ക് വിധേയമാക്കാൻ കേരള ഗവൺമെന്റ് പണം മേടിച്ചു എന്ന് പ്രഖ്യാപിച്ച നടപടി, പ്രചരിപ്പിച്ച നടപടി കേരളത്തിലുണ്ടായില്ലേ? സർക്കാർ ഭയക്കുന്നില്ല സാർ. ഞങ്ങളെല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും ശ്രദ്ധേയമായ നടപടികളിലേക്ക് നമ്മൾ ഒരുമിച്ച് പോവുകയാണ്. ഈ 2B ലിസ്റ്റ് നേരത്തെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ്. 8th GLPSC സ്കൂള്, പുഞ്ചിരിമുറ്റം വണറാണി, മുണ്ടക്കൈ പുഞ്ചിരിമുറ്റം, ചൂരൽമല മുണ്ടക്കൈ 11ാം വാർഡിൽ, ചൂരൽമല ഹൈസ്കൂൾ റോഡ്, ഫോർമെൻ റോഡ്, ന്യൂ വില്ലേജ് ഓഫീസ് റോഡ്, ന്യൂ വില്ലേജ് ഗോപിമൂല റോഡ്, അട്ടാമല റോഡ് 12ഉം 10ഉം വാർഡുകളിൽ സാർ ഇവിടെ താമസിക്കുന്ന ഐസൊലേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരുടെ പ്രശ്നങ്ങൾ ഈ ഗവൺമെന്റിന് അറിയാതെയാണോ? നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അറിയാവുന്നതല്ല, നമ്മൾ ഒരുമിച്ച് പോയതല്ലേ എവിടെയെല്ലാം. അവിടെയുള്ള പ്രശ്നങ്ങളിൽ 2B ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടേ ഉള്ളൂ. അവിടെ നമ്മളൊരു ഐസൊലേറ്റഡ് എന്ന നിർവചനം എങ്ങനെയുണ്ടാവുക? അവിടേക്ക് പോകാൻ പറ്റാതെ ഒറ്റപ്പെടുന്നവർ, നേരത്തെ പറഞ്ഞ സാസ്കിയിലോ 120 കോടിയിലോ വെച്ച് അവിടെ വീട് നിർമ്മിച്ച്, അല്ല അവിടെ റോഡ് നിർമ്മിച്ചവർക്ക് പോകാനുള്ള വഴി എത്തിയാൽ പിന്നെ പുതിയ വീടിന്റെ ആവശ്യം ഉണ്ടാകില്ല സാർ. ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് പരാതി നൽകാം. അവരുടെ പരാതി സർക്കാർ കേൾക്കും. ആ പരാതിയിൽ പോസിറ്റീവായ നടപടി ഉണ്ടാകും. അങ്ങനെ പോകും വരെ, അവിടേക്ക് വീടുകളിൽ തിരിച്ചു പോകും വരെ, അങ്ങനെ ഒറ്റപ്പെട്ട് വഴിയില്ലാത്തവരുടെ 6000 രൂപ CMDRF-ൽ നിന്ന് കൊടുക്കുന്ന നടപടി ഒരു ദിവസവും വൈകാതെ കൃത്യമായി അവർക്ക് കൊടുക്കും. അതിനുള്ള നടപടി കേരളത്തിലെ ഗവൺമെന്റ് ഉണ്ടാക്കും സാർ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. വ്യവസായികളെ, ചൂരൽമലയ്ക്ക് യഥാർത്ഥത്തിൽ ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണ്. ചൂരൽമല ജംഗ്ഷന് അങ്ങോട്ടുകൂടി ആലോചിച്ചായിരിക്കും. നോഗോ സോണിൽ പെടാത്ത സ്വകാര്യ ഭൂമികൾ ഉൾപ്പെടെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് ചൂരൽമലയ്ക്ക് ഒരു പുതിയ ഡിസൈൻ നമ്മൾ ഉണ്ടാക്കുകയാണ് സാർ. ചൂരൽമലയ്ക്ക് ഉണ്ടാകുന്ന പുതിയ ഡിസൈൻ മാത്രമല്ല, ചൂരൽമലയിലെ വ്യാപാരികൾ ഉൾപ്പെടെ പുനരധിവസിപ്പിക്കുന്നതിന്, അങ്ങ് വ്യാപാരികളുടെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. യഥാർത്ഥത്തിൽ അവിടെ ജീപ്പ് ഓടിക്കുന്നവർ ഉൾപ്പെടെ നമ്മൾ ഒരുമിച്ച് കണ്ടതാണ്. 600ഓളം ജീപ്പ് ഡ്രൈവർമാരുണ്ട്. അവർക്ക് പോകാൻ ഇനി ഇടയില്ല. അവരുടെ ജീപ്പ് തകർന്നിട്ടില്ല. അവരുൾപ്പെടെയുള്ളവരെ പുനരധിവസിപ്പിക്കുന്ന നടപടിക്രമങ്ങളിലേക്കായിരിക്കും നമ്മൾ പോകാൻ വേണ്ടി പോവുക സാർ. ഒരൊറ്റ ദുരന്ത ബാധിതരെയും അവിടെ ഒറ്റപ്പെടുത്തില്ല. ഈ ദുരന്തത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള നഷ്ടമുള്ള ഒരാളെയും അവിടെ ഒറ്റപ്പെടുത്തില്ല.
ഏതെങ്കിലും വിധത്തിൽ ലിസ്റ്റിൽപ്പെടാത്തവർ, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ വ്യക്തിപരമായി പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സാർ, ഞാൻ ആ പഞ്ചായത്തിനെയോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയോ അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനത്തെയോ സാർ ഒരു ഘട്ടത്തിലും ഞാൻ എതിർത്ത് പറഞ്ഞിട്ടില്ല. സാർ ഞാൻ പറഞ്ഞത് പറയാം സാർ. ഞാൻ പറഞ്ഞത് ഇവിടെ ആവർത്തിച്ചതുപോലെ സർക്കാർ ലിസ്റ്റ് പുറത്തിറക്കി എന്ന് പറയുമ്പോൾ ഇതിന്റെ സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആരാണ് എന്ന് ഞാൻ പറഞ്ഞു സാർ. സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ജില്ലാ കളക്ടർ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് ചെയർമാനുമായ DDMA ആണ്. അവര് എല്ലാം അംഗീകരിച്ചു പോയി എന്ന് ഞാൻ പറഞ്ഞില്ല. അവര് കൂടി ഉൾപ്പെട്ട ഒരു കമ്മിറ്റി തയ്യാറാക്കിയ കരടാണ്. അതിൽ പരാതി ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താൻ സമയമുണ്ട്. DDMAക്ക് പൂർത്തീകരിക്കാൻ പറ്റാത്ത പ്രശ്നം വരുമ്പോൾ മാത്രമേ സർക്കാർ ഇടപെടൂ. നേരത്തെ സർക്കാർ ഇടപെട്ടാൽ അത് സ്വജനപക്ഷപാതത്തിന് തുല്യമാകും. അങ്ങനെ ഇടപെടാൻ പാടില്ല. ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ അങ്ങനെ ഇടപെടാൻ പാടില്ല. സാർ, നമുക്കൊരു ധാരണയുണ്ടാകണം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരം മനുഷ്യത്വരഹിതമായ ക്രൂരമായ നടപടിക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കണം. ചൂരൽമലയിലെ ടൗൺഷിപ്പ് അവരുടെ ആവശ്യമാണ്. സാർ, നേരത്തെ പറഞ്ഞതുപോലെ സ്പോൺസർമാർക്ക് അവസരം കൊടുത്തിരുന്നെങ്കിൽ അവരെവിടെ ഭൂമി മേടിക്കും സാർ? ആ വയനാട്ടിലെ മഹാഭൂരിപക്ഷം ഭൂമികളും മേടിച്ചവരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മഹാഭൂരിപക്ഷം ഭൂമികളും 81(3) എക്സെപ്ഷൻ പ്രകാരം എസ്റ്റേറ്റ് ആയതോ അല്ലെങ്കിൽ KLR ആക്ട് അനുസരിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള കെട്ടുപാടുകളിൽ കിടക്കുന്ന ഭൂമിയാണ്. ആ ഭൂമി നമുക്ക് ഏറ്റെടുത്ത് പണം കൊടുത്ത് ഏറ്റെടുത്ത് അവർക്ക് കൊടുത്താൽ മാത്രമേ സ്ഥായിയായ സംവിധാനം ഉള്ളൂ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സാർ. ഒരു വൈകല്യമില്ല. ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം കൂടിയാലോചിക്കാം. ഒരു പ്രയാസങ്ങളുമില്ലാതെ ലോകത്തിന്റെ മുമ്പിൽ മഹനീയമായ കേരളത്തിന്റെ പുനർനിർമ്മാണ ഈ പ്രവർത്തനത്തെ, പുനരധിവാസ പ്രവർത്തനത്തെ ഒരു മനസ്സായി നിന്നുകൊണ്ട് നമുക്ക് അംഗീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല എന്ന കാര്യം ബഹുമാനപ്പെട്ട അംഗം മറ്റു പ്രത്യേക കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാത്തത് കൊണ്ട് അത്തരം ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം നടപടിയെടുത്ത കാര്യങ്ങളാണെന്നും ഏതെങ്കിലും നടപടികൾ ഉണ്ടെങ്കിൽ തുടർന്ന് നമുക്ക് ആലോചിക്കാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് സാർ, ഇതിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാനിവിടെ ചുരുക്കുന്നു.